ഹലോ, ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് 9 ഫിസിക്സിന്റെ ചാപ്റ്റർ 1 ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫിഗേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു റേ ഡയഗ്രാം ആണ്, ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്ന ഒരു പാത്ത് ഓഫ് ലൈറ്റ് ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, എയറിൽ ആ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ അത് വാട്ടറിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആ ഒരു പോയിന്റ് ഓഫ് സെപ്പറേഷനിൽ ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. ആ ഒരു ആ ഒരു എയറും വാട്ടറും തമ്മിലുള്ള ആ ഒരു പോയിന്റിൽ ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻസിഡന്റ് ആയിട്ട്, അതായത് നോർമലിൽ, ഇങ്ങനെ നോർമൽ എന്ന് പറയുന്നത് ആ നടുക്കത്തെ ആ ഡോട്ടഡ് ലൈൻ ആണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുമ്പോൾ നോർമലിൽ ഇൻസിഡന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഡീവിയേഷൻ ഒന്നും വരുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ആണ് പോകുന്നത്. ഇതൊക്കെ റിഫ്രാക്ഷന്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ്. അപ്പോ when light travels through a single medium, the path of light will be a straight line. ലൈറ്റ് ഒരു സിംഗിൾ മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, അതിപ്പോ ലൈറ്റ് എയറിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വാട്ടറിൽ കൂടെ മാത്രമാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിപ്പോ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി a ray of light undergoes a deviation at the surface of separation when it enters obliquely from one medium to another. Obliquely എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ്, അതായത് ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് പറ്റും? ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ആ ഒരു എയറും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ടുള്ള പോയിന്റ് ഇല്ലേ, അവിടെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നുണ്ട്? ഒരു ഡീവിയേഷൻ വരുന്നുണ്ട്. ഇനി there will be no deviation in the path of ray of light incident normally. നോർമലി ഇൻസിഡന്റ് ആയിട്ടുള്ളതിന് ഡീവിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ ഫിഗർ. അതെന്താണ്? എയറിൽ ആ പാത്ത് ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് നോർമലി ആണ്, അതുകൊണ്ട് അതേപോലെ തന്നെ അത് താഴത്തേക്ക് പോയത്, ഡീവിയേഷൻ ഒന്നും ഇല്ല. What causes a deviation in the path of the light ray when it passes from one medium to another? Observe the speed and direction of a toy car moving from a smooth surface to a rough surface. ഒരു സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് ഒരു കാർ പോവുകയാണ്. അപ്പൊ അവിടെ എന്താ പറ്റിയത്? ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കാർ? എന്തെങ്കിലും ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? വേർ ഡസ് ദിസ് ചേഞ്ച് ഒക്കർ? എവിടെയാണ് ഈ ചേഞ്ച് വരുന്നത്? സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് പോയ ആ ഒരു പോയിന്റിലാണ് ആ ചേഞ്ച് വരുന്നത്. ഡിഡ് ദ കാർ മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫസ്? രണ്ട് സർഫസിലും സെയിം സ്പീഡിലായിരിക്കുമോ പോകുന്നത്? അല്ല. സ്മൂത്ത് സർഫസിൽ കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും, റഫ് സർഫസിൽ സ്പീഡ് കുറവായിരിക്കും. ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈസ് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ദ കാർ ആസ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ സർഫസ് ടു അതർ. അപ്പൊ ഈ ഡയറക്ഷനിൽ ചേഞ്ച് വരുത്താനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇത് സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ആ ഒരു സ്പീഡിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് വന്നുകൊണ്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ആയിരിക്കുന്നത്. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയംസ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, അല്ലാണ്ട് കറക്റ്റ് വാല്യൂ അല്ല. എയറിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, വാട്ടർ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ഗ്ലാസ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ഡയമണ്ട് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമ്മൾ എന്തായാലും കാണാണ്ട് പഠിച്ചു വെക്കേണ്ട സാധനമാണ്. ഇത് നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരുന്നുണ്ട്. The speed of light differs in various mediums due to difference in their optical density. ഈ സ്പീഡ് ഓഫ് ലൈറ്റ് പല മീഡിയത്തിലും സ്പീഡ് ഓഫ് ലൈറ്റ് പലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വരുന്ന ചേഞ്ച് കൊണ്ടിട്ടാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? The ability of a medium to influence the speed of light through the medium is its optical density. ഒരു മീഡിയത്തിൽ കൂടെ വരുന്ന ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള സ്ഥലത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഇപ്പൊ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇനി ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിനെ നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്നും പറയും.
ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതിനെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്നാണ് പറയുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും നമ്മൾ അല്ലാണ്ട് പറയുന്ന മറ്റേ മെറ്റീരിയൽ ഡെൻസിറ്റി ഇല്ലേ, മാസ് ബൈ വോളിയം ഒക്കെ വെച്ച് കണ്ടുപിടിക്കില്ലേ, അതും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. അറേഞ്ച് ദ മീഡിയംസ് ഇൻ ടേബിൾ 1.1 ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇതിനെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവ് എവിടെയാണ്, ഡയമണ്ടിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനായിരിക്കും, ഡയമണ്ടിനായിരിക്കും. ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് എവിടെയാണ്, എയറിലാണ്. അപ്പോഴത്തേക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് എയറിലായിരിക്കും. അതാണ് ഈ ഒരു ഫിഗർ, ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്ഷൻ. ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുവാണ്, ഒരു സ്ട്രോ നമ്മൾ ലെമണേഡിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ആ സ്ട്രോ കുറച്ച് ബെൻഡ് ആയ പോലെ കാണും. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ആദ്യത്തെ ഫിഗർ നോക്കിയേ, എ സ്ട്രോ ഈസ് കെപ്റ്റ് ഒബ്ലിക്വലി ഇൻ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ 1.5a. അതില് ആദ്യമേ നമ്മൾ ചുമ്മാ ഒരു സ്ട്രോ വെക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വരുന്നുണ്ടോ, ഇല്ല. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയേക്കണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്താ, അവിടെ ഒരു ഒറ്റ മീഡിയം ഉള്ളൂ. ആ മീഡിയം ഏതാണ്, എയർ ആണ്. ഇനി രണ്ടാമത്തേൽ വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ കുറച്ച് വാട്ടർ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്, അവിടെ ആ ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ, അതായത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുന്ന, എയറും വാട്ടറും തമ്മിലുള്ള ആ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിൽ നമുക്ക് അതിനെ കുറച്ച് ചരിഞ്ഞ രീതിയായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താണ്, അത് രണ്ടും ഡിഫറെന്റ് മീഡിയം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സ്ട്രോ ഇങ്ങനെ ബെൻഡ് ആയിട്ട് കാണാനുള്ള റീസൺ എന്താണ്, അത് രണ്ടും ഡിഫറെന്റ് മീഡിയം ആണ്. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടാവും പാത്ത് ഓഫ് ലൈറ്റിൽ. ഇനി ഒരു സ്ട്രോ ഒരു ട്രോയിൽ വെച്ചേക്കുവാണ്. ഒബ്സർവ് ദ പാത്ത് ഓഫ് റേസ് ഓഫ് ലൈറ്റ് ഫ്രം ദ സ്ട്രോ ഫോളിംഗ് ഓൺ ദ ഐസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ദ ട്രോ വിത്ത് വാട്ടർ. ആദ്യമേ അതിൽ വെള്ളമില്ല, അപ്പൊ നമുക്ക് അതിന് നേരെ തന്നെ കാണാം. പക്ഷേ വെള്ളം വെച്ച് നിറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും, അത് കുറച്ച് ചരിഞ്ഞ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Is there a deviation for the ray of light falling on the eye from point B of the straw before pouring water? വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നോ, ഇല്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവിടെ ഒരു ഡീവിയേഷൻ വന്നത്. After the water is poured, the ray of light from the immersed part of the straw entering air from water is deviated at the surface of separation. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി, ആ ഒരു റേ ഓഫ് ലൈറ്റ് വെള്ളത്തിൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് സെപ്പറേഷൻ വെച്ചിട്ട് അവിടെ നമുക്കൊരു ഡീവിയേഷൻ തോന്നും. Doesn't the ray of light appear to come from C, though it is actually coming from B? ആക്ച്വലി അത് ബിയിൽ നിന്നാണ് വരുന്നതെങ്കിലും നമുക്ക് കാണുമ്പോൾ സിന്ന് വന്ന പോലെയാണ് തോന്നുന്നത്. കാരണം എന്താണ്, straw appears bent as the actual position B seems to have risen to the position C. ഈ ബി ആണ് ആക്ച്വൽ പൊസിഷൻ എങ്കിലും നമുക്ക് നോക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, അത് കുറച്ച് പൊങ്ങിയേ കാണുള്ളൂ, സിയിലായിട്ടേ നമുക്ക് കാണുള്ളൂ. കാരണം എന്താണ്, റിഫ്രാക്ഷൻ ആണ്. ഇനി അപ്പൊ റിഫ്രാക്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. When a ray of light enters obliquely from one medium to another of different optical density, it undergoes a deviation at the surface of separation of the medium. ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ചരിഞ്ഞു പ്രകാശിക്കുമ്പോൾ എന്താണ് അവിടെ പറ്റുന്നത്, അത് രണ്ട് മീഡിയത്തിനും രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ആയിരിക്കില്ലേ. അപ്പൊ എന്ത് പറ്റും, ആ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിൽ അതൊരു ഡീവിയേഷൻ അണ്ടർഗോ ചെയ്യും. ഈ ഒരു ഫിനോമിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒബ്ലിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, ചരിഞ്ഞ്. അതിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാം. The deviation in path of light when it falls from one medium to another is called refraction of light. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ആ പാത്ത് ഓഫ് ലൈറ്റിൽ വരുന്ന ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തായാലും പഠിച്ചു വെക്കേണ്ട സാധനമാണ്. അടുത്തത് കണ്ടീഷൻസ് ഫോർ റിഫ്രാക്ഷൻ. രണ്ട് കണ്ടീഷൻസ് ആണ് റിഫ്രാക്ഷൻ ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് ലൈറ്റ് റേ ഷുഡ് ഫോൾ ഒബ്ലിക്വലി. ലൈറ്റ് റേ ചരിഞ്ഞ് വേണം വരാനായിട്ട്. നേരെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നേരെ ആ ഇൻസിഡന്റ് നോർമലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് നേരെ തന്നെ പോകും, റിഫ്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ട് മീഡിയത്തിനും എന്താണ്, ടു മീഡിയംസ് മസ്റ്റ് ഹാവ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. രണ്ടിന്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാവണം, അതായത് രണ്ടും ഡിഫറെന്റ് മീഡിയം ആയിരിക്കണം. The ability of light to undergo refraction in a medium depends on the optical density of the medium. ഒരു ലൈറ്റ് റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോ ഈ ഒരു ഒപ്റ്റിക്കൽ ഡിവൈസസ് ഡിസൈൻ ചെയ്യുന്നതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് എന്നുള്ളതാണ്. Refractive index of a medium is the ratio of the speed of light in vacuum to the speed of light in the medium. Refractive index എന്ന് പറഞ്ഞാൽ എന്താണ്? Speed of light in vacuum to the speed of light in medium. അതിന്റെ റേഷ്യോനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണെന്നുണ്ടെങ്കിൽ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം, അതായത് n is equal to c by v. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ, അത് എത്രയാണ്? 3 × 10⁸ m/s. ഇനി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയംസ് ഈസ് ഗിവൺ. പല മീഡിയത്തിലെയും സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. ഓരോ മീഡിയത്തിലെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ അവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. എയറിൽ എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ്? 3 × 10⁸. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? n is equal to c by v equal to c എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അതായത് 3 × 10⁸. v എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇവിടെ നമ്മുടെ മീഡിയം എന്താണ്? എയർ തന്നെയാണ്. അപ്പൊ എന്താണ്? 3 × 10⁸. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 1 കിട്ടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഗ്ലാസിന്റെ എങ്ങനെ വരും? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ n is equal to c by v, speed of light in vacuum is equal to 3 × 10⁸ m/s by speed of light in glass is equal to 2 × 10⁸. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 1.5 കിട്ടും. അടുത്തത് വാട്ടർ. വാട്ടറിന്റെ എങ്ങനെയാ ചെയ്യണത്? 3 × 10⁸ m/s by speed of light in water, അതായത് 2.25 × 10⁸ m/s. ഇനി ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഡയമണ്ടിന്റെ അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാനൊന്ന് എക്സ്ട്രാ ആയിട്ടൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. അത് ഡയമണ്ടിന് എന്ത് വരും? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് 3 × 10⁸ ബൈ 1.25 × 10⁸ എന്ത് വരും? 2.4 വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി പാർട്ട് നോക്കാം. താങ്ക് യു.